ഈ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വെള്ളം നേരിട്ട് കുടിക്കുന്നതിലൂടെ വരുന്ന രോഗവും, മറ്റൊന്ന് പരിസര ശുചീകരണം ഇല്ലാത്തത് കൊണ്ടൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളവുമായിട്ട് ഒരാൾ സമ്പർക്കത്തിൽ വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകൾ നമ്മളെ കടിക്കുന്നു. അത്തരത്തിൽ നേരിട്ട് വെള്ളം കുടിക്കാതെ വരുന്ന, ആ കൂട്ടത്തിൽ ഇപ്പോൾ വേറൊരു രോഗം കൂടെയുള്ളത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. മലിനമാകാൻ സാധ്യതയുള്ള വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാൽ പോലും നമുക്ക് തലച്ചോറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ വരുന്ന രോഗങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ നേരിട്ട് വെള്ളം കുടിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ജലജന്യ രോഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് വരിക. ഫീക്കോ ഓറൽ റൂട്ട് എന്ന് വെച്ച അർത്ഥം മറ്റൊരാളുടെ രോഗം വന്നിട്ടുള്ള അല്ലെങ്കിൽ രോഗം വഹിക്കുന്ന കാരിയർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. എപ്പോഴും രോഗം വന്ന ആൾ തന്നെ ആയിരിക്കില്ല രോഗം വഹിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ രോഗാണുക്കൾ വളരുന്നുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളുടെ മലം നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ, പലപ്പോഴും അല്ലാതെ ആയിരിക്കും. നമ്മൾ കക്കൂസിലായിരിക്കും പോകുന്നത്, പക്ഷേ കയ്യിൽ അതിൻ്റെ അംശം ഒരു പക്ഷേ ഇരിക്കും, കൈ സോപ്പിട്ട് കഴുകാത്തത് കൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ ചെറിയ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ വേരുകൾ കടന്നിട്ട് ലീക്ക് ഉണ്ടാകാം. അത്തരത്തിലുള്ള പല പല കാരണങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ ചില സമയത്ത് വയറിളക്കം ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ ഡിഫിക്കേഷന് നമ്മൾ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ചില സമയത്തൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്നഗ്ഗി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാത്തത് കൊണ്ട് അത് അൾട്ടിമേറ്റ്ലി മഴ പെയ്യുന്ന സമയത്ത് കുടിവെള്ള സ്രോതസ്സുമായിട്ട് കലരുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പം നമ്മൾ പോലും അറിയാതെ പല രീതിയിൽ ഈ മലം നമ്മുടെ കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കാരണമാണ് ഈ പറഞ്ഞ ഈക്കോളയും ഷിഗല്ലയും ഹെപ്പറ്റൈറ്റിസ് എയും എല്ലാം ഉണ്ടാകുന്നത് രോഗം വഹിക്കുന്ന ഒരാളുടെ മലം അയാൾ അറിയാതെ മറ്റൊരാളുടെ കുടിവെള്ളവുമായിട്ട് കലരുന്നു അല്ലെങ്കിൽ ഭക്ഷണത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിലാണ്.